ഇന്ത്യയും സൗദി അറേബ്യയും വളർച്ചയുടെ പുരോഗതിയിലാണ്. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് G20 ഉച്ചകോടി നടക്കുന്നതും. ഇന്ത്യയുടെ G20 ഉച്ചകോടിയിൽ ഉള്ള പ്രധാന അജണ്ട ഇന്ത്യയിൽ നിന്നും UAE വരേക്കും കപ്പലിലൂടെ കണ്ടെയ്നറുകൾ എത്തിച്ചു അവിടെ നിന്നു സൗദി അറേബ്യ വഴി ഇസ്രയേലിന്റെ തുറമുഖത്തേക്കെത്തിക്കുക എന്നതാണ്. അവിടെ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കപ്പൽ മാർഗം കണ്ടെയ്നറുകൾ എത്തിക്കുക എന്നതുമാണ് G20 കൂട്ടായ്മയിലുള്ള രാജ്യങ്ങളുടെ താൽപര്യം. ഞാൻ ഷാഹുൽ ഹമീദ്. ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറപ്രവർത്തകരോടൊപ്പം ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കു പുരോഗതിയുണ്ടാകും. അതിനേക്കാളേറെ UAEക്കും സൗദി അറേബ്യയ്ക്കും ഇസ്രായേലിനുമുണ്ടാകും. ഇന്ത്യയിലല്ലാത്ത ഏഷ്യൻ രാജ്യങ്ങളുടെ കപ്പലുകളും നേരെ UAEയുടെ തുറമുഖത്തു കണ്ടെയ്നറുകൾ എത്തിച്ചാൽ അതും ട്രെയിൻ മുഖാന്തിരം സൗദി അറേബ്യ വഴി ഇസ്രായേലിന്റെ തുറമുഖത്തു എത്തിക്കുവാനും അതുവഴി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കപ്പൽ മാർഗം എത്തിക്കാം എന്നതാണ്. അതുവഴി ഏഷ്യൻ രാജ്യങ്ങൾക്കും ചിലവു കുറഞ്ഞ തുവഴി യൂറോപ്പിലുള്ളവർക്കും അമേരിക്കൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്കും വലിയ പ്രയോജനം ലഭിക്കും. ഇതു ചൈനയുടെ ചൈന പശ്ചിമേഷ്യ എക്സ്പ്രസ് വേക്കു ഒരു ബദലാകുക എന്നതാണ് ലക്ഷ്യം. അതോടുകൂടി ചെങ്കടലിനെയും സൂയസ് കനാലിനെയും ആശ്രയിക്കാതിരിക്കാം എന്നതും ആണ് ഈ കൂട്ടായ്മയിൽ ലക്ഷ്യമിടുന്നത്. ലക്ഷ്യമെല്ലാം കൊള്ളാം. പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ അതുകൂടി പരിഗണിക്കേണ്ടതാണ്. അതുവരുമ്പോൾ എല്ലാവർക്കും ലാഭവും പാലസ്തീൻ എന്ന പ്രദേശത്തേക്ക് നഷ്ടവുമായി വരുന്നുവോ എന്നതും ചിന്തിക്കണമായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഒരു വാർത്താക്കുറിപ്പിൽ ഇന്ത്യയുടെ G20 ഉച്ചകോടിക്ക് ശേഷമാണു ഈ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നു പറഞ്ഞിരുന്നു. നാം എല്ലാവരും മനുഷ്യരാണ്. പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ കഴിയണം. നമ്മുടെ തെറ്റുകൊണ്ട് നമ്മുടെ അയൽവാസിക്ക് ദോഷം വരികയാണെങ്കിൽ ആ ലാഭം നമുക്ക് വേണ്ട, ആ പ്രശസ്തി നമുക്ക് വേണ്ട എന്നതാണ് ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിലുള്ളത്. എവിടെയോ പിഴച്ചുവോ? നമുക്ക് ഇസ്രായേൽ എന്ന രാജ്യം നമ്മുടെ വ്യാപാര പങ്കാളിയാണ്. ഇന്ത്യയും മറ്റു അറബ് നാടുകൾ എന്ന പോലെ ഇസ്രായേലിനും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പലസ്തീൻ എന്ന രാഷ്ട്രത്തോടും നമുക്ക് നല്ല മതിപ്പാണ്. അവർക്കു സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കണം എന്നതാണ് നമ്മുടെ നയം. അത് തുടരുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ കഴിയുമോ? നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുമോ? എങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ പുണ്യമാകും. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. എത്രയെത്ര ജീവനുകളാണ് പൊലിയുന്നത്. എത്രയെത്ര ജീവനുകളാണ് കൈ നഷ്ടപ്പെട്ടും കാൽ നഷ്ടപ്പെട്ടും വികലമാക്കപ്പെട്ട ശരീര-മാനസിക നില അനുഭവിക്കുന്നത്. ഭരണാധികാരികളുടെ അന്ധത ബാധിക്കുകയാണെങ്കിൽ മറ്റൊരു സൗഹൃദരാജ്യ ഭരണാധികാരിയുടെ ഒരു ഫോൺ കാൾ മതി. ചിലപ്പോൾ അത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് ഈ അവസരത്തിൽ ലോകത്തിന്റെ ഈ നിർണായക സമയത്തു എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന്. അക്രമാസക്തമായ ചിന്താഗതി കൈവെടിയൂ ലോക നേതാക്കളെ. വിവേകമായി ചിന്തിക്കൂ. വിട്ടുവീഴ്ചാമനോഭാവം കൈവരിക്കൂ നേതാക്കളെ. ഇന്ന് കഴിവില്ലാത്തവരായി ആരുമില്ല. കഴിവുള്ളവൻ കഴിവില്ലാത്തവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കുവാൻ പറ്റാത്ത കാലമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ യുദ്ധമൊന്നവസാനിപ്പിക്കൂ. തുറന്ന ചർച്ചകൾ സംഘടിപ്പിക്കൂ. എല്ലാവർക്കും ഉള്ളതാണ് ഈ ലോകം. ഈ ലോകത്തിലുള്ളതും എല്ലാവർക്കും ഉള്ളതാണ്. ആരും ആർക്കും ഉയർന്നവനല്ല. ആരും ആർക്കും താഴ്ന്നവരുമല്ല. എബ്രഹാം കരാർ വ്യവസ്ഥ എല്ലാവർക്കും ബാധകമാണ്. അതിലാരെയെങ്കിലും തഴഞ്ഞാൽ എങ്ങനെ അത് എബ്രഹാം കരാർ ആകും? അത് തികച്ചും ചതിയാണ്. അതിലേർപ്പെടുന്നവരാരായാലും കാലം സാക്ഷി. ഈ യുദ്ധത്തിലേർപ്പെടുന്നവരെല്ലാവരും സെമിറ്റിക് മതചിന്തകരല്ലേ? അല്ലാത്തവർ വെറും പ്രജകൾ മാത്രമാണ്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞു. ഇല്ലല്ലോ. നിങ്ങൾക്ക് സുഖവും സൗകര്യങ്ങളും മേലെ പ്രശസ്തിയും അഹങ്കാരവും മാത്രം. എന്തിനീ വെറുപ്പിന്റെ രാഷ്ട്രീയം? ചിലർക്കുറക്കമാണ്. അവർ അധികാരക്കസേരകളെ ഇറുകിപ്പുണർന്നു ഇരിക്കുകയാണ്. മറ്റു ചിലർ ഒറ്റുകാരുടെ റോളിലും മറ്റു ചിലർ സോപ്പിടലിലും. കഷ്ടം. ലോകത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കൂ അധികാര സ്ഥിരാകേന്ദ്രങ്ങളെ.
ഞങ്ങളും മനുഷ്യരാണ്. കാലങ്ങളായി ഈ ക്രൂരകൃത്യങ്ങൾ കാണുന്നു. മതി. ഒന്നവസാനിപ്പിക്കൂ, പ്ലീസ്. അഹങ്കാരം അരുതൂ. നാം എല്ലാവരും മരിച്ചു മണ്ണോട് അടിയേണ്ടവരാണെന്നുള്ള ബോധം ഉണ്ടായാൽ മതി. അതിൽ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഇല്ല. കാലം സാക്ഷി. വരും തലമുറകൾക്കെങ്കിലും ഈ വിശാലമായ ഭൂമിയിൽ അവരുടെ തലമുറകൾ വസിച്ച മണ്ണ്, അവരുടെ ഭൂമി, സ്വൈര്യമായി ജീവിക്കുവാനവകാശം, അത് ആരുടെയെങ്കിലും ഔദാര്യമാവരുത്. നമ്മുടെ പൂർവികരും ഇതെല്ലാം അനുഭവിച്ചവരാണ്. നാം അത് മറന്നുപോകരുത്. കാലമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അഹങ്കാരമനോഭാവം തരരുതൂ. ഞങ്ങളുടെ പ്രവൃത്തി കാരണം മറ്റുള്ളവർക്ക് അപമാനവും വിഷമവും ഉണ്ടാവരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ഞങ്ങൾക്കും മാനഹാനിയോ വിഷമമോ ഉണ്ടാവരുത്. അതാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിലുണ്ടാവേണ്ടത്. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലുമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.